കഴിഞ്ഞ വട്ടം നമ്മൾ PO ഗേറ്റ് പാർട്ട് 1 പിന്നെ പോസ്റ്റ് ബോക്സ്, പോസ്റ്റ് ബാഗ്, ഡ്യൂട്ടീസ് ഓഫ് ലെറ്റർ ബോക്സ് ഫീൽ എന്നൊക്കെ പറഞ്ഞ് ഈ അതിൻ്റെ കണ്ടിന്യൂഷനാണ് 57ാമത്തെ ക്ലാസ് വിൻഡോ ഡെലിവറി. വിൻഡോ ഡെലിവറി എന്ന് നമ്മൾ അറിയാമല്ലേ. വിൻഡോ ഡെലിവറി നമ്മൾ ഡെലിവറി ടു ദ അഡ്രസ് അറ്റ് ദ വിൻഡോ ഓഫ് പോസ്റ്റ് ഓഫീസ് വിത്തൗട്ട് സെൻഡിങ് ത്രൂ പോസ്റ്റ്മാൻ ഡ്യൂറിംഗ് ബിസിനസ് അവേഴ്സ് ഓൺ റിട്ടേൺ റിക്വസ്റ്റ് ആൻഡ് ഫ്രീ ഓഫ് എനി ചാർജ്. അതിൻ്റെ ഹെഡിങ് ഇതാണ്. അത്രയേ ഉള്ളൂ ഇതിനകത്ത് മനസ്സിലാക്കാനും. അതായത് വിൻഡോ ഡെലിവറി എന്ന് പറയുമ്പോഴത്തേക്കും ഒരു റിട്ടേൺ ആപ്ലിക്കേഷൻ തരുന്നു പോസ്റ്റ് ഓഫീസിലോട്ട്. എന്നിട്ട് ആ അഡ്രസ്സിയുടെ പേരിൽ വരുന്ന കത്തുകളെല്ലാം റെഗുലറായിട്ട് വന്ന് വിൻഡോയിലൂടെ, പോസ്റ്റ് ഓഫീസിൻ്റെ വിൻഡോയിലൂടെ പോസ്റ്റ് ഓഫീസിൻ്റെ ബിസിനസ് ഹൗസിൽ വന്ന് സ്വീകരിക്കുന്നു. അതാണ് വിൻഡോ ഡെലിവറി എന്ന് പറയുന്നത്. അതിൻ്റെ ഹെഡിങ്ങിൽ തന്നെ ഉണ്ട് അതിൻ്റെ കാര്യങ്ങൾ. ബാക്കി പറയുന്നതല്ല സെയിം കാര്യം തന്നെയാണ്. ഇതിനകത്ത് ശ്രദ്ധിക്കാനുള്ള ഡ്യൂറിങ് ബിസിനസ് അവേഴ്സ് എന്ന് വാക്കൊന്ന് ശ്രദ്ധിച്ച് വെച്ചേക്കുക. പിന്നെ റിട്ടേൺ ആപ്ലിക്കേഷൻ തരണം എന്നുള്ള കാര്യം ശ്രദ്ധിച്ച് വെച്ചേക്കുക. ഇത് രണ്ടേ ചോദിക്കാൻ സാധ്യതയുള്ളൂ ഇതിനകത്തുനിന്ന്. പിന്നെ അടുത്ത് പറഞ്ഞിരിക്കുന്ന മെസ്സഞ്ചേഴ്സിൻ്റെ കാര്യമാണ്. അതായത് ഇങ്ങനെ ഓതറൈസ് ചെയ്യപ്പെട്ട വ്യക്തി, സ്വന്തം ആൾ തന്നെ അഡ്രസ്സ് തന്നെ വരേണ്ട മെസ്സഞ്ചേഴ്സിനെ പറഞ്ഞു വിട്ട് ആർട്ടുകൾ അങ്ങനെ മേടിക്കാം കുറിച്ചുള്ള കാര്യങ്ങളാണ് കുറച്ച് പറഞ്ഞിരിക്കുന്നത്. അതായത് ഓതറൈസേഷനകത്ത് നമുക്കറിയില്ല, ഓതറൈസേഷൻ ലെറ്റർ എന്നൊക്കെ പറഞ്ഞാൽ അറിയാമല്ലോ. അപ്പോൾ ഈ അതിനകത്തും ചോദിക്കാൻ പറ്റുന്ന ചോദ്യം എന്ന് പറയുന്നത്, ഈ ഓതറൈസേഷൻ ലെറ്റർ എന്ന് പറയുന്നത് പെർമനൻറ്റ് ഇൻസ്ട്രക്ഷനാണ്. മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പെർമനൻറ്റ് ഇൻസ്ട്രക്ഷൻ ഉണ്ട്, ടെമ്പററി ഇൻസ്ട്രക്ഷൻ ഉണ്ട് ഫ്രം ദ കസ്റ്റമർ. അതിൽ ഈ ഓതറൈസേഷൻ ലെറ്റർ എന്ന് പറയുന്നത് പെർമനൻറ്റ് ഇൻസ്ട്രക്ഷനാണ്. അപ്പോൾ ഇതിൻ്റെ വാലിഡിറ്റി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 years ആണ് ഓതറൈസേഷൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്, അത് ചോദിക്കാവുന്നത്. പിന്നെ അടുത്ത് ഡെലിവറി ഓഫ് രജിസ്റ്റേർഡ് ആർട്ടിക്കിൾസ് എക്സെട്ര ആൻഡ് പേയ്മെൻറ്റ് ഓഫ് മണി ഓർഡേഴ്സ് അഡ്രസ്ഡ് ഓർ പേയബിൾ ടു സ്റ്റുഡൻസ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതായത് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉള്ള സ്റ്റുഡൻസിൻ്റെ പേരിൽ വരുന്ന മണി ഓർഡറുകൾ, രജിസ്റ്റേർഡുകളൊക്കെ ഡെലിവറി സംബന്ധിച്ച കാര്യങ്ങൾ. രജിസ്റ്റേർഡ് ആർട്ടിക്കിൾസ് ആൻഡ് പാഴ്സൽസ് അഡ്രസ്ഡ് സ്റ്റുഡൻസ് ആൻഡ് ഇൻമേറ്റ്സ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ക്യാൻ വിത്ത് ദ അപ്രൂവൽ ഓഫ് ദ പോസ്റ്റ് മാസ്റ്റർ ഓഫ് ഡെലിവറി PO be delivered to the head of the institution or to a person duly authorized by him on the head of the institution giving a general undertaking. അതായത് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ള സ്റ്റുഡൻറ്റിൻ്റെ പേരിൽ വരുന്ന രജിസ്റ്റർ ആർട്ടിക്കിൾ, പാഴ്സലുകൾ, ഇതൊക്കെ ഇത് സ്റ്റുഡൻസ് മാത്രമേ, ഇൻമേറ്റ്സ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് സ്റ്റുഡൻസാണ് പറഞ്ഞേക്കുന്നത്. ഇങ്ങനെയുള്ള രജിസ്റ്റേർഡ് ആർട്ടിക്കിൾസ്, പാഴ്സൽസ് ഒക്കെ അവിടുത്തെ ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷന് കൈമാറാം വിത്ത് ദ അപ്രൂവൽ ഓഫ് ദ പോസ്റ്റ് മാസ്റ്റർ ഓഫ് ഡെലിവറി PO. അപ്പോൾ അങ്ങനെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ചോദ്യം വരികയാണെങ്കിൽ ഇങ്ങനെ രജിസ്റ്റേർഡ് ആർട്ടിക്കിളും ആൻഡ് പാഴ്സലുകളും ആർക്ക് കൈമാറാം? ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷന് കൈമാറാൻ ഓർത്തിരിക്കുക. വിത്ത് ദ അപ്രൂവൽ ഓഫ് ഹെഡ് ഓഫ് ദ സർക്കിൾ, ഹെഡ് ഓഫ് ദ ഡിവിഷൻ എന്നൊക്കെ പറഞ്ഞ് കാണും. കൂട്ടത്തിൽ പോസ്റ്റ് മാസ്റ്റർ ഓഫ് ഡെലിവറി എന്ന് കാണും. അപ്പോൾ ഈ ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷന് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്ന കുട്ടികളുടെ പേരിൽ വരുന്ന രജിസ്റ്റർ ആർട്ടിക്കിളും പാഴ്സലുകളും കൈമാറാനുള്ള അപ്രൂവൽ കൊടുക്കുന്നത് ആ ഡെലിവറി പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ് മാസ്റ്ററാണ്. പിന്നെ പറയുന്നത്, അങ്ങനെ കൈമാറുമ്പോഴത്തേക്കും കുറച്ച് റെസ്പോൺസിബിലിറ്റിയൊക്കെ ഉണ്ട് ഈ ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷന് ഫോർ ദ സേഫ് ഡെലിവറി ടു ദ ആക്ച്വൽ അഡ്രസ്സി and will reimburse to the department any loss to which it may become liable in the event of complaint from the addressee. അതായത് ആ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ആ കുട്ടികളുടെ പേരിൽ വരുന്ന പാഴ്സലുകളും രജിസ്റ്റേർഡ് ആർട്ടിക്കിൾസൊക്കെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സേഫ് ഡെലിവറിക്ക് അദ്ദേഹം റെസ്പോൺസിബിൾ ആണ്. അതിൻ്റെ പേരിൽ വരുന്ന എന്തെങ്കിലും നഷ്ടത്തിന് അദ്ദേഹം റെസ്പോൺസിബിൾ ആണ്. അതായത് അവർ കംപ്ലൈൻറ്റ് ചെയ്യുന്നു, അവരെ ഒരു സാധനം കിട്ടിയില്ല, അതിന് ഡിപ്പാർട്ട്മെൻറ്റിൽ കംപ്ലയിൻറ്റ് ചെയ്തു, ഡിപ്പാർട്ട്മെൻറ്റ് എന്തെങ്കിലും അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരുന്നു, അതൊക്കെ നികത്തേണ്ട ചുമതല ഇങ്ങേർക്കാണ്. പിന്നെ ഇൻഷുർഡ് ആർട്ടിക്കിൾ ആൻഡ് മണി ഓർഡേഴ്സ് ക്യാൻ ഓൾസോ ബി ഡെലിവേർഡ് ഓർ പെയ്ഡ് ടു ദ ഹെഡ് ഓഫ് ദ എഡ്യൂക്കേഷൻ ഓൺ ഇസ് എക്സിക്യൂട്ടിംഗ് ആൻ ഐഡന്റിറ്റി ഓൺ എ സ്റ്റാമ്പ്ഡ് പേപ്പർ. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞത് കുട്ടികളുടെ പേരിൽ വരുന്ന രജിസ്റ്റേർഡ് ആർട്ടിക്കിൾസിൻ്റെയും മണി ഓർഡേഴ്സിൻ്റെയും കാര്യമാണ്. അടുത്ത പറയുന്നത് കുട്ടികളുടെ പേരിൽ വരുന്ന ഇൻഷ്യൂർഡ് ആർട്ടിക്കിളും മണി ഓർഡേഴ്സും ഒക്കെ ഡെലിവർ ചെയ്യാമോ? ഡെലിവർ ചെയ്യാം. ഹെഡ് ഓഫ് ദ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഹെഡുകൾക്ക് ഡെലിവറി ചെയ്യാം. പക്ഷേ അദ്ദേഹം ഒരു ഐഡന്റിറ്റി ബോണ്ട് നമുക്ക് തരണം. ഓൺ എ സ്റ്റാമ്പ്ഡ് പേപ്പർ, ഐഡന്റിറ്റി ബോണ്ട്, INDEMNITY, ഐഡന്റിറ്റി ബോണ്ട് നമുക്ക് തരണം. അടുത്തത് ഐഡന്റിഫിക്കേഷൻ കാർഡ്സ് ആണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഐഡന്റിഫിക്കേഷൻ കാർഡ്സ്, അതായത് നമ്മൾ പോസ്റ്റ് ഓഫീസിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഐഡന്റിഫിക്കേഷൻ കാർഡ്സിനാണ്
അതിനകത്ത് ഉദ്ദേശിക്കുന്നത്. എ സിസ്റ്റം ഓഫ് ഐഡന്റിറ്റി കാർഡ്സ് ഹാസ് ബീൻ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ പോസ്റ്റ് ഓഫീസ് ഫോർ ദ ബെനിഫിറ്റ്. അത് ആർക്ക് വേണ്ടിയാണ് ഈ ഐഡന്റിറ്റി കാർഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബെനിഫിറ്റ് ഓഫ് ടൂറിസ്റ്റുകൾക്ക്, പിന്നെ ട്രാവലിംഗ് റെപ്രസെൻറ്റേറ്റീവ്സിന് ഓഫ് ഫേംസ്, അതായത് ഒരു ഫേംസ് കമ്പനികളിലെ ട്രാവലിംഗ് റെപ്രസെൻറ്റേറ്റീവ്സിന് വേണ്ടി, ആൻഡ് അതർ മെമ്പേഴ്സ് ഓഫ് ദ പബ്ലിക് ഹു എക്സ്പീരിയൻസ് ഡിഫിക്കൽട്ടി ഇൻ എസ്റ്റാബ്ലിഷിംഗ് ദിയർ ഐഡന്റിറ്റി ഇൻ കണക്ഷൻ വിത്ത് പോസ്റ്റൽ ട്രാൻസാക്ഷൻസ്. Example, receipt of registered and issued articles and payment of money orders in the post town through which they pass. അതായത് പബ്ലിക്കിന് യാത്ര ചെയ്യുന്ന പബ്ലിക്കിന് അവർ പാസ് ചെയ്ത് പോകുന്ന പോസ്റ്റ് ടൗണിൽ രജിസ്റ്റേർഡിൻ്റെ ഇൻഷുറൻസിൻ്റെ എന്തെങ്കിലും ഡെലിവറി റെസീപ്റ്റിനെ സംബന്ധിച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്ന അപ്പം യൂസ്ഫുൾ ആവാത്ത രീതിയിലുള്ള ഐഡൻറ്റിറ്റി കാർഡ്സ് ആണത്. പിന്നെ ഈ ഐഡൻറ്റിഫിക്കേഷൻ കാർഡ്സ് ഇഷ്യൂ ചെയ്യുന്നത് ഹെഡ് പോസ്റ്റ് ഓഫീസ് വഴിയാണ്. അതായത് ഹെഡ് പോസ്റ്റ് മാസ്റ്ററാണത് ഇഷ്യൂ ചെയ്യുന്ന അർത്ഥം. ഈ സബ് ഓഫീസ് വഴിയും ഇതിൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കാം. പക്ഷേ സബ് ഓഫീസ് വഴി കൊടുത്താലും സബ് ഓഫീസ് എൻക്വയറി ഒക്കെ നടത്തിയിട്ട് സബ് ഓഫീസിൽ നിന്ന് ഹെഡ് ഓഫീസിലോട്ട് ഇതിൻ്റെ ഡോക്യുമെൻറ്റ്സ് പോയി അവിടെ നിന്നാണ് ഐഡൻറ്റിഫിക്കേഷൻ കാർഡുകൾ ഇഷ്യൂ ആയി വരുന്നത്. പിന്നെ ഇതിൻ്റെ വാലിഡിറ്റി എത്രയാണെന്ന് ചോദിക്കും. 3 years ഫ്രോം ദ ഡേറ്റ് ഓഫ് ഇഷ്യൂ, 3 years ആണ്. പിന്നെ ഇതിൻ്റെ ഫീ എത്രയാണെന്ന് ചോദിക്കും. 9 രൂപയാണ് ഇതിൻ്റെ ഫീ എന്ന് പറയുന്നത് ഐഡൻറ്റിഫിക്കേഷൻ കാർഡിൻ്റെ. ഇപ്പോൾ ഇത്രയുള്ള ഐഡൻറ്റിഫിക്കേഷൻ കാർഡിനകത്ത് പറയാനുള്ളതിനകത്ത് ആ 3 years എന്നുള്ളതിൻ്റെ വാലിഡിറ്റി ഓർത്തിരിക്കുക, 9 രൂപ എന്നുള്ളതിൻ്റെ ഫീസ് ഓർത്തിരിക്കുക. ഇത്രയുള്ള ഐഡൻറ്റിഫിക്കേഷൻ കാർഡ്. അത് കേൾക്കുമ്പോൾ ഐഡൻറ്റിഫിക്കേഷൻ കാർഡെന്ന് കേൾക്കുമ്പോൾ ജസ്റ്റ് എന്തോ മനസ്സിലാക്കിയിരുന്നാൽ മതി. പിന്നെ അടുത്ത പോസ്റ്റ് റെസ്റ്റാൻഡ് എന്ന് പറയുന്നത് ഞാൻ ചോദിച്ചു പോകണം, കാരണം ഇതൊക്കെ ചവർ പോർഷനാണ്. പോസ്റ്റ് റെസ്റ്റാൻഡ് എന്ന് പറയുന്നത് അറിയാലോ, നമ്മൾ ഈ ടൂറിസ്റ്റുകളൊക്കെ പല സ്ഥലത്ത് വന്ന് താമസിക്കുമ്പോൾ അവർക്ക് അതിൻ്റെ തൊട്ടടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ നിന്ന് അവരുടെ ഉള്ള ലെറ്ററുകൾ കൈപ്പറ്റാനുള്ള ഒരു മാർഗ്ഗമാണ് പോസ്റ്റ് റെസ്റ്റാൻഡ്. പോസ്റ്റ് റെസ്റ്റാൻഡിൽ നിന്ന് മണ്ടയ്ക്ക് എഴുതിയിട്ട് ഒരു പോസ്റ്റ് ഓഫീസിലോട്ട് വരും. അതായത് ഇപ്പോൾ ഒരു ആൽബർട്ട് കെയർ ഓഫ് പോസ്റ്റ് മാസ്റ്റർ, ആൽബർട്ട് കെയർ ഓഫ് പോസ്റ്റ് ഓഫീസ്, പിന്നെ അതിൻ്റെ മണ്ടയ്ക്ക് ടു ബി കെൽറ്റ് ടിൽ കാൾഡ് ഫോർ, പിന്നെ ടു അവൈറ്റ് അറൈവൽ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മണ്ടയ്ക്ക് എഴുതിയിട്ട് വരും. ഇതൊക്കെയാണ് പോസ്റ്റ് റെസ്റ്റാൻഡ് ആർട്ടിക്കിൾസ്. ഇത് ആ പോസ്റ്റ് ഓഫീസിൽ വരികയും അവിടുന്ന് അവിടെ തൊട്ടടുത്ത് ടെൻ്റ് അടിച്ച് താമസിക്കുന്ന ഈ ടൂറിസ്റ്റ് വന്ന് ഈ അവരെ ആർട്ടിക്കിൾ കളക്ട് ചെയ്തുകൊണ്ട് പോകാം. ഒരു 3 മാസമാണ് എൻ്റെ കാലാവധി. 3 മാസത്തിൽ കുറയാതെ ഉള്ള കാലാവധിയിൽ വന്ന് അവർക്ക് ഒന്ന് കൈപ്പറ്റാം. അങ്ങനെ പോസ്റ്റ് റെസ്റ്റാൻഡിൽ പറയാനുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ പോസ്റ്റ് റെസ്റ്റാൻഡ് ലെറ്ററിൻ്റെ മണ്ടയ്ക്ക് എഴുതുന്ന കാര്യങ്ങൾ. അത് ടു ബി കെപ്റ്റ് ടിൽ കാൾഡ് ഫോർ അതൊരു വാക്ക്, ടു അവൈറ്റ് അറൈവൽ അത് വേറൊരു വാക്ക്. പിന്നെ അല്ലാതെ ഈ കെയർ ഓഫ് പോസ്റ്റ് മാസ്റ്റർ എന്ന് വെച്ച് വരാം, കെയർ ഓഫ് പോസ്റ്റ് ഓഫീസ് എന്ന് വെച്ച് വരാം. ആൾ ആർട്ടിക്കിൾ സൂപ്പർസ്ക്രൈബ്ഡ് ടു ബി kept till called for to await arrival or in any similar way, and also articles addressed post office like care of postmaster, care of post office with addressee name and held to fall under the head post റെസ്റ്റാൻഡ്. ഇതൊക്കെയാണ് പോസ്റ്റ് റെസ്റ്റാൻഡ് എന്ന ഹെഡിൻ്റെ അണ്ടറിൽ വരുന്നത്. പിന്നെ അത് പറയാനുള്ളത് പോസ്റ്റ് റെസ്റ്റാൻഡ്. അപ്പോൾ പോസ്റ്റ് റെസ്റ്റാൻഡ് എന്ന് പറയുന്നത് 3 മാസത്തിൽ കൂടാതെ ഉള്ള കാലയളവിൽ കിട്ടുന്ന പോസ്റ്റൽ ആർട്ടിക്കിൾസ് കിട്ടുന്ന ഒരു ഫെസിലിറ്റിയാണ് ഫോർ ആർക്ക് സ്ട്രേഞ്ചേഴ്സ് ആൻഡ് ട്രാവലേഴ്സ്. 3 മാസമേ ഉള്ളൂ. അല്ലാതെ ആജീവനാന്ത കാലം ആ ഒരു ടെൻ്റ് അടിച്ച് കിടന്നവനൊക്കെ ആ പോസ്റ്റ് ഓഫീസ് വഴി ആ ഒരു പോസ്റ്റ് റെസ്റ്റാൻഡ് സൗകര്യം ഇല്ല എന്നർത്ഥം. പിന്നെ ചോദിക്കാവുന്നത് എന്തൊക്കെയാണ് എഴുതുന്നത്, സൂപ്പർസ്ക്രിപ്ഷൻ എന്തൊക്കെയാണ്. ടു ബി കെപ്റ്റ് ടിൽ കാൾഡ് ഫോറും, പിന്നെ ടു അവൈറ്റ് അറൈവലും, പിന്നെ കെയർ ഓഫ് പോസ്റ്റ് മാസ്റ്റർ, കെയർ ഓഫ് പോസ്റ്റ് ഓഫീസ്, അങ്ങനെ വെച്ച് വരാം. പിന്നെ പോസ്റ്റ് റെസ്റ്റാൻഡ് ഒരു ആർട്ടിക്കിൾ വന്നാൽ അത് ഡെലിവറി ആയില്ലെങ്കിൽ എത്ര നാൾ വെച്ചിരിക്കും? 1 month ആണ് പറയുന്നത്. എക്സെപ്റ്റ് വാല്യൂ പേയബിൾ, VP ഒഴികെ. VP ആണെങ്കിൽ 7 ദിവസമേ വെച്ചേക്കത്തുള്ളൂ. അല്ലാതെ ഉള്ള ആർട്ടിക്കിളൊക്കെ 1 month വെച്ചിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ പോസ്റ്റ് റെസ്റ്റാൻഡ്. പോസ്റ്റ് റെസ്റ്റാൻഡ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് ഇതുവരെ പറഞ്ഞ ചവർ പോർഷനിൽ വെച്ചിട്ട്. അടുത്തത് റീഡയറക്ഷനാണ്. റീഡയറക്ഷൻ എന്ന് പറയുമ്പോഴത്തേന് ഒറ്റ റീഡയറക്ഷൻ നമുക്കറിയാമല്ലോ. റീഡയറക്ഷൻ ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് ആ ഭാഗത്തിന് ചോദ്യം നടന്നത് റീഡയറക്ഷൻ്റെ ചാർജ് എത്രയാണെന്നാണ്. റീഡയറക്ഷൻ ഫ്രീ ഓഫ് ചാർജാണ്, നമ്മൾ പൈസ ഒന്നും മേടിക്കാമല്ലോ റീഡയറക്ഷന്. എക്സെപ്റ്റ്, അതായത് പാഴ്സലിൻ്റെ കേസിൽ വേറെ ഉണ്ട് റീഡയറക്ഷൻ ഫീ ഓൺ പാഴ്സൽസ്, 71th ക്ലോസ്. പാഴ്സലിൻ്റെ കേസിൽ റീഡയറക്ഷൻ ഫ്രീ അല്ല, അവിടെ ഒരു റീഡയറക്ഷൻ ഫീ മേടിക്കും. ഹാഫ് ദ പ്രീപെയ്ഡ് റേറ്റ്, അല്ലെങ്കിൽ പോസ്റ്റേജിൻ്റെ പകുതി എന്ന് പറയും. പോസ്റ്റേജിൻ്റെ പകുതി നമ്മൾ ഫീസായിട്ട് മേടിക്കും റീഡയറക്റ്റ് ചെയ്യുന്നതിന്. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മളിപ്പോൾ ആ ഒരു പാഴ്സൽ റീഡയറക്റ്റ് ചെയ്യപ്പെടുന്നത് ആ സെയിം
പോസ്റ്റ് ടൗണിൽ തന്നെയാണ് അല്ലെങ്കിൽ സെയിം പോസ്റ്റ് ഓഫീസിൻ്റെ ഏരിയയിൽ തന്നെ ആണെങ്കിൽ അവിടെ ഫീസ് മേടിക്കത്തില്ല. അങ്ങനെ ഈ പോസ്റ്റ് അതിൻ്റെ പകുതി മേടിക്കത്തില്ല. അല്ലാതെ എല്ലാ കേസിലും പോസ്റ്റ് അതിൻ്റെ പകുതി മേടിക്കും. പിന്നെ കുറച്ച് കണ്ടീഷൻസ് പറഞ്ഞിരിക്കുന്നത് ഈ ട്രൂപ്സിലോട്ട് അഡ്രസ്സ് ചെയ്യുന്ന പാഴ്സലുകൾ, ഇല്ലാൻ്റെ പാഴ്സലുകൾക്കൊന്നും റീഡയറക്ഷൻ ഫീ ഇല്ല. ട്രൂപ്സ് എന്ന് പറയുന്നത് ഈ ആർമിയായിട്ട് ബന്ധപ്പെട്ട ടീമാണ്. അപ്പം അങ്ങോട്ട് പോകുന്ന റീഡയറക്ഷൻ ഒന്നും നമ്മൾ പൈസ മേടിക്കത്തില്ല. പിന്നെ വേറെ കേസ് പറയുന്നത് ഒരു പാഴ്സൽ അയച്ചിട്ട് അത് അൺക്ലെയിംഡ് ഒക്കെ ആയിട്ട് തിരിച്ചു വരുവാണ്. അൺക്ലെയിംഡ് അല്ലെങ്കിൽ റെഫ്യൂസ്ഡ് ആയിട്ടൊക്കെ തിരിച്ച് സെൻറ്ററിന് വരുവാണ്. അപ്പോഴും സെൻറ്റർ റീഡയറക്ഷൻ ഫീ കൊടുക്കണം. കാരണം ഈ പാഴ്സൽ അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വരും, അത് നമുക്ക് ബർഡനാണ്. അപ്പം അവിടെ ഒരു റീഡയറക്ഷൻ ഫീ സെൻറ്റർ കൊടുക്കണം. പക്ഷെ അതിന് കണ്ടീഷനുണ്ട്. അപ്പോൾ ആ ഒരു സെയിം അയാളെ പോസ്റ്റ് ചെയ്ത സെയിം ആ ഒരു പോസ്റ്റ് ഓഫീസിൻ്റെ ആ ഒരു പരിധിയിൽ നിന്നാണ്, സെയിം പോസ്റ്റ് ടൗണിൽ നിന്നൊക്കെയാണ് അത് അൺക്ലെയിംഡ് ആയിട്ട് തിരിച്ചു വരുന്നതെങ്കിൽ അയാളെ ഫീസ് കൊടുക്കണ്ട. അല്ലാത്ത വേറെ സ്ഥലത്തെല്ലാം പോയിട്ട് അൺക്ലെയിംഡ് ആയിട്ട് അല്ലെങ്കിൽ റെഫ്യൂസ്ഡ് ആയിട്ട് തിരിച്ചു വരുന്നതെല്ലാം ഈ ഹാഫ് ഓഫ് ദ പോസ്റ്റേജ് കൊടുക്കണം. സെൻറ്റർ. അപ്പോൾ ഇതാണ് റീഡയറക്ഷൻ കേസിൽ പറയാനുള്ളത്. റീഡയറക്ഷൻ കേസിൽ പാഴ്സൻ്റെ കേസാണ് നമ്മൾ പറയുന്നത്. ബാക്കി മറ്റേ റീഡയറക്ഷൻ ഫ്രീ ആണെന്ന് നമുക്കറിയാം. ഇതിനകത്ത് ഹാഫ് ദ പ്രീപെയ്ഡ് റേറ്റ് എന്നെങ്കിൽ ഓർത്തിരിക്കുക. പിന്നെ ഇൻസ്ട്രക്ഷൻ റിഗാർഡിങ് ചേഞ്ച് ഓഫ് റെസിഡൻസ് ആണ്. ചേഞ്ച് ഓഫ് ഈ സ്ഥലം മാറിയപ്പം ചെയ്യേണ്ട കാര്യങ്ങൾ കസ്റ്റമർ അഡ്രസ്സ് ചെയ്യുമ്പോഴത്തേക്ക് 2 പോസ്റ്റ് ഓഫീസിലും കാര്യം അറിയിക്കുക. അതായത് അയാൾ വിട്ടു പോകുന്ന പോസ്റ്റ് ഓഫീസിൽ അറിയിക്കുക, ചെന്നെത്തുന്ന പോസ്റ്റ് ഓഫീസിൽ അറിയിക്കുക. ഇങ്ങനെ ഒരു ചേഞ്ച് ഓഫ് റെസിഡൻസ്, ചേഞ്ച് ഓഫ് അഡ്രസ്സ് നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് താമസം മാറ്റം നടന്നിട്ടുണ്ടെന്ന് അറിയിക്കുക. പിന്നെ അങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ തരണം. ഈ person changing their address should furnish the post office both at the place which they are leaving and at the place to which they are going with written instruction കൊടുക്കണം. regarding the disposal of postal articles, എന്തിനെ കുറിച്ചുള്ള പോസ്റ്റൽ ആർട്ടിക്കിൾസിൻ്റെ ഡിസ്പോസൽ എങ്ങനെ നടക്കണം എന്നുള്ള കുറിച്ച് റിട്ടേൺ ഇൻസ്ട്രക്ഷൻ കൊടുക്കണം. ഇൻക്ലൂഡിങ് മണി ഓർഡേഴ്സ് എന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്, മണി ഓർഡർ ഉൾപ്പെടെ. ദിസ് ഇൻസ്ട്രക്ഷൻ മസ്റ്റ് ബി സിമ്പിൾ ആൻഡ് ഡയറക്റ്റ്. ആ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് സിമ്പിളും ഡയറക്റ്റും ആയിരിക്കണം എന്ന് പറയുന്നു. ആൻഡ് മസ്റ്റ് സ്റ്റേറ്റ് വെദർ ദേ ആർ ഇൻറ്റൻഡ് ടു അപ്ലൈ ടു ആൾ ദ പോസ്റ്റൽ ആർട്ടിക്കിൾ. അതായത് അതിനകത്ത് പറയണം ഏതൊക്കെ ആർട്ടിക്കിളാണ് അത് ഉദ്ദേശിക്കുന്നത് വ്യക്തത വേണം. ആൻഡ് വെദർ ദ പോസ്റ്റൽ ആർട്ടിക്കിൾസ് റെഫർ ടു ആർ പോസ്റ്റൽ അഡ്രസ് ടു ദ പേഴ്സൺ ഗിവിംഗ് ടു ഇൻസ്ട്രക്ഷൻ ഓൺലി ആൾസോ മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി ഓൾസോ. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതും കൺഫ്യൂസിങ് ആയിട്ടുള്ള ടേംസുകളൊന്നും അതിൽ ഉൾപ്പെടുത്താൻ പാടില്ല. പിന്നെ അടുത്ത പറയുന്നത് ഫോറിനിലോട്ട് ഇപ്പോൾ ഒരാൾ അഡ്രസ്സ് റീഡയറക്ഷൻ തന്നിരിക്കുന്ന അങ്ങ് ഫോറിനിലോട്ട് അങ്ങനൊന്നും റീഡയറക്റ്റ് ആക്കത്തില്ല. ഫോറിനിലോട്ടൊക്കെ റീഡയറക്റ്റ് ആണെങ്കിൽ അതിനുള്ള ഫീസ് വേണം. ഫോറിൻ പോസ്റ്റിൽ പോകാനുള്ള തക്കുള്ള ഫീസൊക്കെ അടച്ചിട്ട് ഫോറിനിലോട്ട് റീഡയറക്റ്റ് ചെയ്യപ്പെടുകയുള്ളൂ, അല്ലാതൊന്നും റീഡയറക്റ്റ് ചെയ്യപ്പെടുകയില്ല എന്ന് പറയുന്നു. പിന്നെ പീരീഡ് ഫോർ വിച്ച് ഇൻസ്ട്രക്ഷൻസ് വാലിഡ്, അതായത് ചേഞ്ച് ഓഫ് അഡ്രസ്സിൻ്റെ വാലിഡിറ്റി 3 months ആണ്. അത് കഴിഞ്ഞ് നമ്മൾ റിന്യൂ ചെയ്യണം, അല്ലെങ്കിൽ ഇത് ലാപ്സ് ആവും. ഇതുവരെ ഉള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയട്ടെ. അതായത് നമ്മൾ ആദ്യം പറഞ്ഞതിനകത്ത് എന്താണുള്ളത്, മണി ഓർഡർ ഐഡൻറ്റിഫിക്കേഷൻ കാർഡ് ഇഷ്യൂ ചെയ്യുന്ന ഹെഡ് പോസ്റ്റ് ഓഫീസിൽ നിന്ന് അതിൻ്റെ വാലിഡിറ്റി 3 years ആണ്. ഫീസ് 9 രൂപയാണ് അതിൻ്റെ വാലിഡിറ്റി, 9 രൂപയാണ് അതിൻ്റെ ഫീസ് ഇഷ്യൂ ചെയ്യുന്നതിനുള്ള. പിന്നെ പോസ്റ്റ് റെസ്റ്റാൻ്റെ 3 മാസത്തിന് കൂടാതെയുള്ള സമയത്ത് ലഭ്യമാകുന്ന ഒരു സൗകര്യം. അതിനകത്ത് അങ്ങയുടെ പേര് വരുന്ന ലെറ്ററുകൾ എത്ര മാസം വെച്ചുകൊണ്ടിരിക്കും, ഡെലിവറി ആയില്ലെങ്കിൽ 1 മാസം. VPയുടെ കേസാകുമ്പോൾ 7 ദിവസമേ വെക്കത്തുള്ളൂ, അതിന് തിരിച്ചയക്കും. പിന്നെ പോസ്റ്റ് റെസ്റ്റാൻഡയുടെ മണ്ടയ്ക്ക് വരുന്ന ലെറ്ററിൻ്റെ സൂപ്പർസ്ക്രിപ്ഷൻ എന്തൊക്കെയാണ്, അത് ടു ബി കെപ്റ്റ് ടിൽ കാൾഡ് ഫോർ ടു അവൈറ്റ് അറൈവൽ, അല്ലെങ്കിൽ കെയർ ഓഫ് പോസ്റ്റ് മാസ്റ്റർ, അല്ലെങ്കിൽ കെയർ ഓഫ് പോസ്റ്റ് ഓഫീസ്. പിന്നെ അടുത്ത പറഞ്ഞത് റീഡയറക്ഷൻ ഫീ ഇല്ല, ഫ്രീ ഓഫ് ചാർജാണ് റീഡയറക്ഷൻ. പക്ഷേ പാഴ്സലിൻ്റെ കേസിലാകുമ്പോഴത്തേക്കും പോസ്റ്റേജിൻ്റെ പകുതി മേടിക്കും. ഇപ്പോൾ പാഴ്സൽ ഡെലിവേർഡ് ആവാതെ തിരിച്ചു വന്നാലും സെൻട്രൽ കയ്യിൽ നിന്ന് ഈ ഹാഫ് ദ പോസ്റ്റേജ് റേറ്റ് മേടിക്കും. പക്ഷേ സെയിം അയാൾ പോസ്റ്റ് ചെയ്ത ഓഫീസിൻ്റെ അതേ ഏരിയയിൽ നിന്നാണ്, അല്ലെങ്കിൽ സെയിം പോസ്റ്റ് ടൗണിൽ നിന്നാണ് തിരിച്ചു വരുന്നതെങ്കിൽ ആ ഒരു ഫീസ് മേടിക്കത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ ട്രൂപ്പുകളിലേക്ക് അഡ്രസ്സ് ചെയ്യുന്ന ഇൻലാൻഡ് പാർട്സുകൾക്ക് ആ റീഡയറക്ഷൻ ഫീ ഇല്ല എന്ന് പറഞ്ഞ്. പിന്നെ ചേഞ്ച് ഓഫ് റെസിഡൻസിൻ്റെ കേസിൽ ആ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് സിമ്പിളൊക്കെ ആയിരിക്കണം. പിന്നെ അതിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 3 months ആണ്, അല്ലെങ്കിൽ റിന്യൂ ചെയ്തില്ലെങ്കിൽ ലാപ്സ് ആവും. ഇത്രയേ നമ്മൾ പറഞ്ഞോളൂ. അടുത്ത പറയുന്നത് എൻക്വയറി ആൻഡ് കംപ്ലയിൻസ്.
അതായത് കംപ്ലൈൻറ്റ് ബുക്ക്, സജഷൻ ആൻഡ് കംപ്ലൈൻറ്റ് ബുക്ക് ഈസ് അവൈലബിൾ അറ്റ് ആൾ പോസ്റ്റ് ഓഫീസസ് ഡ്യൂറിങ് ദ വർക്കിംഗ് അവേഴ്സ് ഓഫ് ദ ഓഫീസ്. കംപ്ലൈൻറ്റ് ബുക്കും സജഷൻ ബുക്കും കംപ്ലൈൻറ്റ് ബുക്കും എല്ലാ പോസ്റ്റ് ഓഫീസിലും ഉണ്ട്. അതിൻ്റെ വർക്കിംഗ് അവേഴ്സിൽ ഫുള്ള് നമുക്ക് കസ്റ്റമേഴ്സിന് ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ ആർക്കാണ് കംപ്ലൈൻറ്റ് കൊടുക്കേണ്ടത്? അതോറിറ്റി ടു ഹൂം കംപ്ലൈൻറ്റ് ഷുഡ് ബി അഡ്രസ്ഡ്. ആൾ കംപ്ലൈൻറ്റ് ഷുഡ് ബി അഡ്രസ്ഡ് ടു ദ ലോക്കൽ സൂപ്രണ്ട് ഓഫ് പോസ്റ്റ് ഓഫീസ്. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ സാധ്യതയുണ്ട്. എക്സെപ്റ്റ് ഇൻ ദ കേസ് ഓഫ് ഫസ്റ്റ് ക്ലാസ് HO, ഫസ്റ്റ് ക്ലാസ് ഹെഡ് പോസ്റ്റ് ഓഫീസ് ദ പോസ്റ്റ് മാസ്റ്റർ. അതായത് എല്ലാ കംപ്ലയിൻസും ലോക്കൽ സൂപ്രണ്ട് ഓഫ് പോസ്റ്റ് ഓഫീസിനാണ് പോകേണ്ടത്. ഒരു എക്സെപ്ഷൻ കേസ് പറയുന്നത് ഫസ്റ്റ് ക്ലാസ് HOയുടെ കേസിലാണ്. നമ്മൾ പറഞ്ഞായിരുന്നല്ലോ പണ്ട് തുടക്കത്തിൽ ഫസ്റ്റ് ക്ലാസ് HO ഉണ്ട്. ഫസ്റ്റ് ക്ലാസ് HOയുടെ കേസിൽ ആ ഫസ്റ്റ് ക്ലാസ് HOയുടെ പോസ്റ്റ് മാസ്റ്റർ എന്ന് പറയുന്നത് ആ ഒരു പോസ്റ്റ് ഓഫീസിനെ സംബന്ധിച്ച് സൂപ്രണ്ടിൻ്റെ പദവിയുള്ള ആളാണ്. അയാൾ ഗസറ്റഡ് ഓഫീസറാണെന്നൊക്കെ പറഞ്ഞത്. ഇപ്പം ആ ഒരു കേസിൽ ഇപ്പം ഫസ്റ്റ് ക്ലാസ് HOയുടെ കേസിൽ കംപ്ലൈൻറ്റ് പോകുന്നത് ആ പോസ്റ്റ് മാസ്റ്റർ തന്നെയാണ്. പക്ഷേ അവർക്ക് ഫസ്റ്റ് ക്ലാസ് പോസ്റ്റ് മാസ്റ്റർക്ക്. പിന്നെ ബാക്കിയുള്ള കേസിലെല്ലാം കംപ്ലൈൻറ്റ് പോകുന്നത് ലോക്കൽ സൂപ്രണ്ട് ഓഫ് പോസ്റ്റ് ഓഫീസാണ്. അപ്പം അത്രയേ ഉള്ളൂ. പിന്നെ അടുത്ത് വരുന്നത് കംപ്ലൈൻറ്റുകൾ എത്ര നാൾക്കുള്ളിൽ കൊടുക്കണം. ഒരു ആർട്ടിക്കിൾ വന്ന് വർഷങ്ങൾ കഴിഞ്ഞ് പതിറ്റാണ്ടുകൾ കഴിഞ്ഞ് പിന്നെ അതിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ടുകൊടുത്താൽ വല്ല രക്ഷയുണ്ടോ? ഇല്ല. അപ്പോൾ എത്ര നാളുകൾക്കുള്ളിൽ ഓരോ ആർട്ടിക്കിളിലും കംപ്ലൈൻറ്റ് കൊടുക്കണമെന്നതിനെ കുറിച്ചൊരു വ്യക്തമായ ഡേറ്റ നമുക്കുണ്ട്. അതായത് ബി ഗൈഡിലുണ്ട്. മണി ഓർഡർ ആകുമ്പോഴത്തേക്കും 12 മാസം ഫ്രം ദ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ദ മണി ഓർഡർ. 12 മാസത്തിനുള്ളിൽ ആ കംപ്ലൈൻറ്റ് ചെയ്യണം. പിന്നെ ലോസ് ഓർ ഡാമേജ് ടു എ രജിസ്റ്റേർഡ് ഓർ ഇൻഷുർഡ് ആർട്ടിക്കിൾ ആകുമ്പോഴത്തേക്കും 3 months ഫ്രം ദ ഡേറ്റ് ഓഫ് പോസ്റ്റിംഗ് ഓഫ് ദ ആർട്ടിക്കിൾസ്. പിന്നെ അൺരജിസ്റ്റേർഡ് ഇല്ലാണ്ട് പോസ്റ്റ് ആകുമ്പോഴത്തേക്കും 6 മാസം. സ്പീഡ് പോസ്റ്റ് ആകുമ്പോഴത്തേക്കും 1 മാസത്തിനുള്ളിൽ. പിന്നെ പോസ്റ്റൽ ഓർഡേഴ്സ് ആകുമ്പോൾ 12 months ഫ്രം ദ ലാസ്റ്റ് ഡേ ഓഫ് ദ മന്ത് ഓഫ് ഇഷ്യൂ. പോസ്റ്റൽ ഓർഡേഴ്സ് എന്തോന്നിൻ്റെ പിന്നാലെ വരുന്നുണ്ട്. പിന്നെ VP ആർട്ടിക്കിൾ ആകുമ്പോഴത്തേക്ക് 6 months ഫ്രം ദ ഡേറ്റ് ഓഫ് പോസ്റ്റിംഗ് ഓഫ് ദ ആർട്ടിക്കിൾ. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ മെയിനായിട്ട് പറയുന്നത്. മണി ഓർഡർ ആകുമ്പോൾ 12 months, രജിസ്റ്റേർഡ് ഇൻഷുർഡ് ആകുമ്പോഴത്തേക്കും 3 months, പിന്നെ അൺരജിസ്റ്റേർഡ് ആർട്ടിക്കിൾസ് ആകുമ്പോൾ 6 months, സ്പീഡ് പോസ്റ്റ് 1 month, VP ആർട്ടിക്കിൾ 6 months, പോസ്റ്റൽ ആർട്ടിക്കിൾ 12 months. അതിനകത്ത് ഇമ്പോർട്ടൻ്റ് സ്പീഡ് പോസ്റ്റിൻ്റെ ഓർത്തിരിക്കണം 1 month ഇമ്പോർട്ടൻ്റ് ആണ്. VP ആർട്ടിക്കിളിൻ്റെ 6 months ഓർത്തിരിക്കുക. മണി ഓർഡറിൻ്റെ 12 months ഓർത്തിരിക്കുക. പിന്നെ പറയുന്നത് പർട്ടിക്കുലർസ് ടു ബി ഗീവൺ ഇൻ കംപ്ലൈൻറ്റ്. അത് ചവറാണ്. എന്താണ് കംപ്ലൈൻറ്റ് കൊടുത്തിരിക്കേണ്ടത്? മണി ഓർഡറിൻ്റെ കേസ് ആകുമ്പോഴത്തേക്ക് സെൻറ്ററിൻ്റെ പേര് വേണം, പേയുടെ പേര് വേണം, പിന്നെ അൺരജിസ്റ്റേർഡിൻ്റെ പിന്നെ കോപ്പി ഓഫ് റെസീപ്റ്റ് വേണം. റെസിപ്റ്റ് ഉള്ള ആർട്ടിക്കിൾസ് ആണെങ്കിൽ രജിസ്റ്റേർഡ് സ്പീഡ് പോസ്റ്റൊക്കെ ആണെങ്കിൽ എൻ്റെ റെസിപ്റ്റ് കൊടുക്കത്തില്ല. ആ റെസിപ്റ്റിൻ്റെ കോപ്പി വേണം. പിന്നെ അൺരജിസ്റ്റേർഡ് മെയിൽസിൻ്റെ കേസിലാകുമ്പോഴത്തേക്കും ഡേറ്റ്, പോസ്റ്റിങ്ങിൻ്റെ ടൈം, ഡേറ്റ്, ഇട്ട ലെറ്റർ ബോക്സിൻ്റെ പേര്, പിന്നെ ഫുൾ അഡ്രസ്സ്, പിന്നെ പേഴ്സൺ ആർട്ടിക്കിൾ പോസ്റ്റ് ചെയ്ത ആളുടെ പേര്, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത്. അത് ഇത്രയും പോർഷനിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ വായിക്കുകയാണ്. കോസ്റ്റ് ഓഫ് ഐഡൻറ്റി കാർഡ് ഇഷ്യൂഡ് ബൈ ദ പോസ്റ്റ് ഓഫീസ് എത്രയാണ്? അത് 9 രൂപ എന്നാണ് ഉത്തരം. ഐഡൻറ്റി കാർഡിൻ്റെ ഫീസ്. അടുത്ത ചോദിക്കുന്നത് ക്യാൻ ദ ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ റിസീവ് പേയ്മെൻറ്റ് ഓഫ് എ മണി ഓർഡർ പേയബിൾ ടു എ സ്റ്റുഡൻറ്റ് ഓഫ് ഹിസ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അതായത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഹെഡിന് അവിടെ പഠിക്കുന്ന കൊച്ചിൻ്റെ പേരിൽ വന്ന മണി ഓർഡർ മേടിക്കാൻ പറ്റുമോ? ആ മണി ഓർഡർ പേയ്മെൻറ്റ് മേടിക്കാൻ പറ്റുമോ? അപ്പോൾ കുറേ ഓപ്ഷൻ ഇട്ടുണ്ട്. അത് പറ്റും, ഹെഡ് ഓഫ് ദ സർക്കിളിൻ്റെ അപ്രൂവലോടെ പറ്റും, പറ്റും കുറേ ഉണ്ട്. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് യെസ് വിത്ത് ദ അപ്രൂവൽ ഓഫ് ദ പോസ്റ്റ് മാസ്റ്റർ ഓഫ് പേയിങ് ഓഫീസ്. പോസ്റ്റ് മാസ്റ്ററാണ് സൂപ്രണ്ട്, ഹെഡ് ഓഫ് ദ സർക്കിൾ എന്ന് പറയുമ്പോൾ ചോദിക്കും. അപ്പോൾ നമ്മൾ പോസ്റ്റ് മാസ്റ്റർ എന്ന് ഉത്തരം കൊടുക്കുക. ഐഡൻറ്റിഫിക്കേഷൻ കാർഡ് ഈസ് ഇഷ്യൂഡ് ബൈ ഉത്തരം എനി ഹെഡ് പോസ്റ്റ് ഓഫീസ് ഇൻ ഹൂസ് ഏരിയ ദ പേഴ്സൺ റിസൈഡ്സ് ആൻഡ് ദ ഐഡൻറ്റിറ്റി ഈസ് വെൽ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ലൊക്കാലിറ്റി. അതായത് ബൈ ഹെഡ് പോസ്റ്റ് ഓഫീസ് വഴിയാണ് ഐഡൻറ്റിഫിക്കേഷൻ കാർഡ് കൊടുക്കുന്നത്. ആ ഒരു ഹെഡ് ഓഫീസിൻ്റെ പരിധിയിലായിരിക്കും അങ്ങനെ താമസിക്കുന്നത്. പിന്നെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് വെൽ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ലൊക്കാലിറ്റി ആയിരിക്കണം. അല്ലാതെ കള്ളന്മാർക്കെല്ലാം നമ്മൾ കൊടുക്കുമോ? ഇല്ല. അല്ലാതെ അതിൻ്റെ ഐഡൻറ്റിറ്റി വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആളിനായിരിക്കും കൊടുക്കുന്നതെന്ന് അർത്ഥം. പിന്നെ അടുത്തത് ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്. പിന്നെ അത് വേറെ ക്വസ്റ്റ്യൻ്റെ രീതി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ വേറെ ലെവലിലേക്കുള്ള അറിവ് കിട്ടും. ചോദ്യം പോസ്റ്റൽ ആർട്ടിക്കിൾസ് വിച്ച് കനോട്ട് ബി ഡെലിവേർഡ് ടു വിച്ച് ഇറ്റ് ഈസ് അഡ്രസ്ഡ് ഓയിങ് ടു ദ അഡ്രസ്സി ബീങ് എൽസ്വെയർ മേ ബി റീഡയറക്റ്റഡ്. അതായത് പോസ്റ്റൽ ആർട്ടിക്കിൾ അയച്ച് ടു വിച്ച്
റീഡയറക്ഷൻ്റെ കേസാണ്. മേ ബി റീഡയറക്റ്റഡ്, റീഡയറക്ഷൻ ചെയ്യുന്ന കേസിൽ പറയുന്ന കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം എ ബി സി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ആൾ ഓഫ് ദ എബോ 3 കാര്യങ്ങളും ശരിയാണെന്നാണ് പറയുന്നത്. അതായത് ഫ്രീ ഓഫ് ചാർജ് എക്സെപ്റ്റ് ഫോർ പാഴ്സൽസ്. അതായത് റീഡയറക്ഷൻ എന്ന് പറയുന്നത് ഫ്രീ ഓഫ് ചാർജ് ആണ് പാഴ്സലിനൊഴികെ. നോ ഫീ ഫോർ റീഡയറക്ഷൻ ഫോർ പാഴ്സൽസ് വിത്തിൻ ദ ഡെലിവറി ഏരിയ ഓഫ് ദ സെയിം പോസ്റ്റ് ഓഫീസ് ഓർ വിത്തിൻ ദ സെയിം പോസ്റ്റ് ടൗൺ. അപ്പോൾ ശരിയാണ്. കാരണം റീഡയറക്ഷൻ ഫീ മേടിക്കത്തില്ല. ഏത് കേസിൽ വിത്തിൻ ദ ഡെലിവറി ഏരിയ സെയിം പോസ്റ്റ് ഓഫീസിനകത്താണ് റീഡയറക്ഷൻ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ സെയിം പോസ്റ്റ് ടൗണിനകത്താണ് റീഡയറക്ഷൻ സംഭവിക്കുന്നതെങ്കിൽ പാഴ്സലിന് റീഡയറക്ഷൻ ഫീ മേടിക്കത്തില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയാണ്. അടുത്ത മൂന്നാമത്തത് ഹാഫ് ഓഫ് ദ പോസ്റ്റേജ് ഫോർ ഈച്ച് റീഡയറക്ഷൻ ഓഫ് പാഴ്സൽസ് ഇഫ് ഇറ്റ് ഈസ് ഫോർ ഔട്ട്സൈഡ് ദ ഡെലിവറി ഏരിയ ഓഫ് ദ പോസ്റ്റ് ടൗൺ. ഓരോ റീഡയറക്ഷനും ഹാഫ് ദ പോസ്റ്റേജ് വെച്ച് മേടിക്കും. എപ്പം ആ ഡെലിവറി ഏരിയ എന്ന് പറയുന്നത് പോസ്റ്റ് ടൗൺ പുറത്താണെങ്കിൽ. അപ്പം അതും ശരിയാണ്. അപ്പം ആൾ ഓഫ് ദ എബോ ആണ് ഉത്തരം. പിന്നെ പാഴ്സൽ വിൽ ബി റീഡയറക്റ്റഡ് ഓൺ ഒന്ന് ഓറൽ ഇൻസ്ട്രക്ഷൻ ബൈ ദ അഡ്രസ്സി, ബി ഓറൽ ഇൻസ്ട്രക്ഷൻ ബൈ ദ ഏജന്റ്, സി ഓൺ റിട്ടേൺ ഇൻസ്ട്രക്ഷൻ ബൈ ദ അഡ്രസ്സി ഓർ ഇസ് ഏജന്റ്, ഡി നൺ ഓഫ് ദിസ്. പാഴ്സൽ റീഡയറക്റ്റ് ചെയ്യപ്പെടുന്നത് ഉത്തരം ഓൺ റിട്ടേൺ ഇൻസ്ട്രക്ഷൻ ബൈ ദ അഡ്രസ്സി ഓർ ഇസ് ഏജന്റ് എന്നാണ് ഉത്തരം. അടുത്ത നോക്കാം. റീഡയറക്ഷൻ ഫീ ഓഫ് റിട്ടേൺഡ് ടു സെൻഡർ പാഴ്സൽസ് ടു ആൻ അതർ ഓഫീസ് ദാൻ ദ ബുക്കിംഗ് ഓഫീസ് ഈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് തിരിച്ചു ചോദിച്ചിരിക്കുക. സെയിം കാര്യം തന്നെ. അതായത് റിട്ടേൺ ടു സെൻഡർ വന്ന പാഴ്സൽ ടു ആൻ അതർ ഓഫീസ് ദാൻ ദ ബുക്കിംഗ് ഓഫീസ്. ആ ബുക്കിംഗ് ഓഫീസ് അല്ലാത്ത, അത് നേരത്തെ പറഞ്ഞ കേസ് ഏതാ, അൺക്ലെയിംഡ് ഓർ റിഫ്യൂസ്ഡ് ആയിട്ട് പാഴ്സൽ തിരിച്ചു വരുവാണ്. എവിടുന്ന്? ആ സെയിം പോസ്റ്റ് ഓഫീസിൻ്റെ പരിധിയിൽ നിന്നല്ല, ആ സെയിം പോസ്റ്റ് നിന്നല്ല, അതിന് പുറത്തുനിന്ന് തിരിച്ചു വരുവാണ്. അൺക്ലെയിംഡ് ആയിട്ടോ റിഫ്യൂസ്ഡ് ആയിട്ടോ. അപ്പം ആ ഫീസ് മേടിക്കുന്ന കാര്യമാണ് പറയുന്നത്. റീഡയറക്ഷൻ ഫീ ഓഫ് റിട്ടേൺ ടു സെൻഡർ പാഴ്സൽസ് ടു അൻ അതർ ഓഫീസ് ദാൻ ദ ബുക്കിംഗ് ഓഫീസീസ് എത്ര? 50% ഓഫ് പോസ്റ്റേജ്. ചിലപ്പോൾ അങ്ങനെ ചോദിക്കും. നമ്മൾ ഹാഫ് ദ പോസ്റ്റേജിന് പഠിച്ചു വയ്ക്കും. 50% ഓഫ് പോസ്റ്റേജ് ആണെങ്കിൽ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് 50% ഓഫ് പോസ്റ്റേജ് ആണ്, അതായത് ഹാഫ് ഓഫ് ദ പോസ്റ്റേജ്. അടുത്ത് നോക്കുക. റീഡയറക്ഷൻ ഫീസ് പ്രിസ്ക്രൈബ്ഡ് ഫോർ ദ ഫോളോയിങ് കാറ്റഗറി ഓഫ് മെയിൽ. താഴെ പറയുന്നതിൽ ഏതിനാണ് റീഡയറക്ഷൻ ഫീ ഉള്ളത്? എ പോസ്റ്റ് കാർഡ്, ബി ഇല്ലൻ ലെറ്റർ, സി രജിസ്റ്റേർഡ് ലെറ്റർ, ഡി പാഴ്സൽ. ഇപ്പോൾ പാഴ്സൽ. പിന്നെ അടുത്ത് നോക്കിയ റീഡയറക്ഷൻ ഫീ ഫോർ ദ പാഴ്സൽ എന്തുവാണ്? എ 50% ഓഫ് ദ ഓർഡിനറി പോസ്റ്റേജ്, 25 അത് അതിനകത്ത് 50% ഓഫ് ദ പോസ്റ്റേജിന് പകരം 50% ഓഫ് ദ ഓർഡിനറി പോസ്റ്റേജ് എന്ന് വന്നേ ഉള്ളൂ. ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും. ഓർഡിനറി പോസ്റ്റേജ് അങ്ങനല്ലല്ലോ പഠിച്ചത്. അപ്പം അങ്ങനെയും ചോദിക്കാം. അടുത്ത നോക്കി. എനി പോസ്റ്റൽ ആർട്ടിക്കിൾ ക്യാൻ ബി റീഡയറക്റ്റഡ്. എ ബൈ ദ ഓഫീസ് ഓഫ് പോസ്റ്റിംഗ്, ബൈ രണ്ടാമത്തത് ബൈ ദ ഓഫീസ് ഓഫ് പോസ്റ്റിംഗ് ആൻഡ് ഓഫീസ് ഓഫ് ഡെസ്റ്റിനേഷൻ, സി ബൈ എനി ഇന്റർമീഡിയറ്റ് ഓഫീസ് ഓർ സെക്ഷൻ ഹാൻഡ്ലിംഗ് ദ ആർട്ടിക്കിൾ, ഡി ഓൺലി ബൈ ദ ഓഫീസ് ഓഫ് ഡെസ്റ്റിനേഷൻ. ഉത്തരം ഓൺലി ബൈ ദ ഓഫീസ് ഓഫ് ഡെസ്റ്റിനേഷൻ ആണ്. ഡെസ്റ്റിനേഷണൽ ഓഫീസ് മാത്രമാണ് റീഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്നത്, ബാക്കിയെല്ലാം തെറ്റാണ്. അപ്പം അങ്ങനെയും ചോദിക്കാം. ഏത് ഓഫീസിലാണ് പോസ്റ്റൽ ആർട്ടിക്കിൾ റീഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്നത്? അപ്പോൾ ഡെസ്റ്റിനേഷൻ ഓഫീസ് എന്നാണ് പറയുന്നത്. അടുത്തൊരു ചോദ്യം. മരിച്ച ആളുടെ പേര് വരുന്ന ആർട്ടിക്കിൾസ് അഡ്രസ് ടു ദ ഡിസീസ്ഡ് പേഴ്സൺസ് ആർ ഓർഡിനറി ഡീൽ വിത്ത് ദ സെയിം മാനർ ആസ് ഡാഷ്. അത് ഏത് ആർട്ടിക്കിളിനെ പോലാണ് കൈകാര്യം ചെയ്യുന്നത്? എ അൺക്ലെയിംഡ് ആർട്ടിക്കിൾസ്, ബി റെഫ്യൂസ്ഡ് ആർട്ടിക്കിൾസ്, സി അൺഡെലിവേർഡ് ആർട്ടിക്കിൾസ്, ഡി ആൾ ഓഫ് ദീസ്. ഉത്തരം അൺക്ലെയിംഡ് ആർട്ടിക്കിൾസ് ആണ്. അതായത് മരിച്ച ആളുടെ പേര് വരുന്ന ആർട്ടിക്കിൾ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് അൺക്ലെയിംഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾ കൈകാര്യം ചെയ്യുന്ന പോലെയാണ്. അതൊരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്, ചോദ്യം സാധ്യതയുണ്ട്. അടുത്തൊരു ചോദ്യം. ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ഇൻ ദ കേസ് ഓഫ് ഡെലിവറി ഓഫ് ആൻ ആർട്ടിക്കിൾ അഡ്രസ് ടു ഡിസീസ്ഡ് പേഴ്സൺ. അവർ മരിച്ച ആളുടെ പേര് വന്ന ആർട്ടിക്കിളിൻ്റെ ഡെലിവറി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ. അത് 3 കണ്ടീഷൻ പറയണം. 3 കണ്ടീഷൻ ശരിയാണ്. ആളുടെ എബോണ് ഉത്തരം. അപ്പോൾ 3 കണ്ടീഷൻ പറയാം. ഡെലിവർ സച്ച് ആർട്ടിക്കിൾസ് ടു എനി നിയർ റിലേറ്റീവ് ഓഫ് ദ ഡിസീസ്ഡ് ഹൂ മേ ഹാവ് അപ്ലൈഡ് ഫോർ ദം ഇൻ കേസ് അൺഇൻഷ്യൂർഡ് ആർട്ടിക്കിൾ. അതായത് മരിച്ച ആളുടെ പേരിൽ നിന്ന് ആർട്ടിക്കിളുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് വരുന്ന ഒരു നിയർ റിലേറ്റീവിന് അത് ഡെലിവറി ചെയ്യാം. ഇൻ കേസ് ഓഫ് അത് അൺഇൻഷ്യൂർഡ് ആർട്ടിക്കിൾ ആണെങ്കിൽ ഡെലിവർ ചെയ്യാം. അടുത്ത് ഡെലിവർ സച്ച് ആർട്ടിക്കിൾസ് ടു എനി നിയർ റിലേറ്റീവ് ഓഫ് ദ ഡിസീസ്ഡ് ഹൂ മേ ഹാവ് അപ്ലൈഡ് ഫോർ ദം ഇൻ കേസ് ഡു നോട്ട് അപ്പിയർ ടു കണ്ടെയ്ൻ എനി വാല്യുബിൾ പ്രോപ്പർട്ടി. ആപ്ലിക്കേഷൻ കൊടുത്ത നിയർ ആയിട്ടുള്ള റിലേറ്റീവിന് ഡെലിവറി ചെയ്യാം. ഏത് കേസിൽ? വാല്യുബിൾ അതിനകത്ത്
ആർട്ടിക്കിളിനകത്ത് വാല്യുബിൾ പ്രോപ്പർട്ടി ഒന്നും ഇല്ലാത്ത കേസിൽ. അടുത്ത ഡെലിവറി സച്ച് കേസ് സെയിം നോട്ട് നിയർ റിലേറ്റീവ് ഓഫ് ദ ഡിസീസ്ഡ് ഹൂ മേ അപ്ലൈ ഫോർ ദം ഇൻ കേസ് നോ കൗണ്ടർ ക്ലെയിമൻറ്റ് ഓർ ലൈക്ലിഹുഡ് ഓഫ് ഡിസ്പ്യൂട്ട്. അതായത് അതിൻ്റെ പേരിൽ ഒരു വഴക്കോ അല്ലെങ്കിൽ വേറൊരാൾ അതിൻ്റെ പേരിൽ ചോദിക്കുകയോ നോ കൗണ്ടർ ക്ലെയിമൻറ്റ് വഴക്കോ ഒന്നും ഇല്ലാത്ത കേസിലാണെങ്കിൽ ഡെലിവറി ചെയ്യാം. ആ 3 ഡെലിവറി നമ്മൾ പറഞ്ഞു. അടുത്ത ചോദ്യം ദ ഡിസ്ക്രിപ്ഷൻ റിഗാർഡിംഗ് ഡെലിവറി ഓഫ് അൺഇൻഷുർഡ് പോസ്റ്റൽ ആർട്ടിക്കിൾസ് ടു നിയർ റിലേറ്റീവ്സ് ഓർ ഡിസീസ്ഡ്. അതായത് ഈ മരിച്ച ആളുടെ പേരിൽ ഉള്ള അൺഇൻഷുർഡ് ആയിട്ടുള്ള പോസ്റ്റൽ ആർട്ടിക്കിൾസിൻ്റെ ഡെലിവറി സംബന്ധിച്ചുള്ള കാര്യം അല്ല അധികാരം ആരിലാണ് നിക്ഷിപ്തപ്പെട്ടിരിക്കുന്നത്. ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ വിവേക ബുദ്ധി ആരിലാണ് നിക്ഷിപ്തപ്പെട്ടിരിക്കുന്നത് പറഞ്ഞാൽ പോസ്റ്റ് മാസ്റ്റർ ഓഫ് ഡെലിവറി ഓഫീസിനാണ്. പോസ്റ്റ് മാസ്റ്റർ ഡെലിവറി ഓഫീസാണ് ഇതൊക്കെ തീരുമാനിക്കുന്നത്. നേരത്തെ പറഞ്ഞില്ലേ നിയർ റിലേറ്റീവിന് കൊടുക്കുന്ന 3 കണ്ടീഷൻസ്, അതൊക്കെ തീരുമാനിക്കുന്ന പോസ്റ്റ് മാസ്റ്ററുടെ വിവേകമാണെന്നാണ് അർത്ഥം. അടുത്തത് പോസ്റ്റ് റെസ്റ്റാൻഡ് ഈസ് ഇൻറ്റൻഡഡ് സോൺലി ഫോർ ദ കൺവീനിയൻസ് ഓഫ് ഡാഷ്. ആരുടെയൊക്കെ നല്ലതിന് വേണ്ടിയാണ് പോസ്റ്റ് റെസ്റ്റാൻഡ്? ഉത്തരം സ്ട്രേഞ്ചേഴ്സ് ആൻഡ് ട്രാവലേഴ്സ് എന്നാണ് ഉത്തരം. പിന്നെ അടുത്തത് പോസ്റ്റ് റെസ്റ്റാൻഡ് മേ നോട്ട് ബി യൂസ്ഡ് ബൈ എനി പേഴ്സൺ ഫോർ മോർ ദാൻ. ഒരു പോസ്റ്റ് റെസ്റ്റാൻഡ് സൗകര്യം ഒരാൾക്ക് ഇത്ര കാലത്ത് കൂടുതൽ ഉപയോഗിക്കാൻ പറ്റില്ല. അതാണ് ഉത്തരം. 3 മാസം 3 months എന്നാണ് ഉത്തരം. ഓക്കെ, അപ്പോൾ ഇത്ര ആകുമ്പോഴത്തേക്കും ആ പോർഷൻ തീർന്നു. ഇനി നമ്മൾ അടുത്ത ഇമ്പോർട്ടൻ്റ് ലെറ്റർ, അതായത് സെക്ഷൻ 1 തീർന്നു.